നമുക്ക് ചുറ്റുമുള്ള പല മരങ്ങളും നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ വളർന്നു വന്നിട്ടുള്ള ഇത്തിരി പോകുന്നൊരു വിത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചെറിയൊരു വിത്തിനകത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ മരം ഒളിച്ചിരിക്കുന്നത്, എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള സയൻസ്? ഇപ്പം ഞാനിപ്പോൾ എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മരത്തിന് കിട്ടുന്ന ആ മാസ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന മാറ്റർ എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ പലരും പലതരത്തിലായിരിക്കും അതിന് ഉത്തരം പറയുന്നത്. ചിലർ പറയും അത് ഈ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഈ ന്യൂട്രിയൻസ് ആണ് ഈ കാണുന്ന മരത്തിൻ്റെ തടിയിലൊക്കെ ഉള്ളതെന്നായിരിക്കും ചിലർ പറയുന്നത്. മറ്റു ചിലർ അത് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയും. അങ്ങനെ പലതരത്തിൽ പല ആൻസേഴ്സ് ആയിരിക്കും ഇതിനുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു ഈ കിട്ടുന്ന മാറ്റർ മൊത്തം വായുവിൽ നിന്നാണ് മരങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ കാണുന്ന ഓരോ മരവും വായു ഒരു ഖരാവസ്ഥയിലേക്ക് ആയി മാറിയതാണെന്ന് ഞാൻ പറയും. നമ്മളിന്ന് അതിൻ്റെ സയൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കരിയില്ലേ, അതായത് നമ്മൾ ഈ അൽഫാമും അതേപോലെ തന്നെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ കരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അത് സിമ്പിളാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ നമ്മൾ വെട്ടിയ മരങ്ങൾ നമ്മൾ ഓക്സിജൻ ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റിൽ കത്തിക്കുന്ന സമയത്താണ് നമുക്ക് കരി കിട്ടുന്നത്. അതിപ്പോൾ ഓക്സിജൻ ഉള്ള എൻവയോൺമെൻറ്റിലാണ് നമ്മൾ കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള കരിയും ഈ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് അതങ്ങ് പുറത്തേക്ക് പോകും. നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ ഓക്സിജൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കറുത്ത കളറുള്ള കരി കിട്ടും. അതിപ്പോൾ നമ്മളൊരു മരം വെട്ടിയിട്ട് നമ്മൾ ഈ കരി ഉണ്ടാക്കുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെട്ടിയ ആ മരത്തിൻ്റെ അതേ പീസിലുള്ള അതേ സ്ട്രക്ചറിലുള്ള അതേ ഷേപ്പിലുള്ള ഒരു കരി കഷ്ണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഈവൻ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആയിരിക്കും. അപ്പം നമുക്കിതിൽ എന്ത് മനസ്സിലാക്കാം? എല്ലാ മരങ്ങളുടെയും ഈ സ്കെൽട്ടൺ അല്ലെങ്കിൽ അസ്ഥികൂടം എന്ന് പറയുന്ന സാധനമാണ് കരി എന്ന് പറയുന്നത്. നമ്മളിപ്പം അതിൻ്റെ ഒരു സയൻസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 100 കിലോ ഭാരമുള്ള ഒരു മരത്തിൻ്റെ പീസ്, ഒരു മരക്കഷ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 90 കിലോ ഈ പറയുന്ന കാർബൺ ആയിരിക്കും, ഈ പറയുന്ന കരിയായിരിക്കും. അതിൽ ബാക്കിയുള്ള ഈ 10% അല്ലെങ്കിൽ 10 കിലോ എന്ന് പറയുന്ന മാറ്റർ ആയിരിക്കും ഈ കരി അല്ലാത്ത മാറ്റർ. അപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ കരി എവിടെ നിന്ന് ഇവർക്ക് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്ത് നിന്ന് ഒരിക്കലും ഇവർക്ക് കരി കിട്ടില്ല. ഈ കാർബൺ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇവർക്ക് മണ്ണിൽ നിന്ന് കിട്ടില്ല. പക്ഷേ ഈ മരങ്ങളും നമ്മളും ഒക്കെ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള ഈ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള കാര്യം നമുക്കറിയാം. ഇവർക്ക് ഈ കിട്ടുന്ന ഈ കാർബൺ, ഈ പറയുന്ന 90%, ഈ ഒരു മരത്തിൽ കാണുന്ന 90% മാറ്ററും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 0.004 ഒക്കെയാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ഈ നൈട്രജനും ഓക്സിജനും ബാക്കി ഗ്യാസസ് ഒക്കെയാണ് ഈ അറ്റ്മോസ്ഫിയറിലുള്ളത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ മരങ്ങൾ ഭൂമിയിലുണ്ട്. നമുക്കറിയാം ലോകത്തെല്ലായിടത്തുമുള്ള സാധനങ്ങളാണ് ഈ മരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ ഈ കാണുന്ന ഈ മാസ് കിട്ടിയിട്ടുള്ളത് വെറും 0.04% മാത്രമുള്ള ഈ CO2 നിന്നാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന് കാരണമാകാൻ പോകുന്ന ഒരു വാതകമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെറും 0.04% മാത്രമുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ ചെറിയൊരു റൈസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഭൂമിയുടെ ചൂടൊന്നാകെ കൂട്ടാൻ പോകുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, ഇത്രയും ഈ മരങ്ങൾക്കൊക്കെ ഈ മാസ് കിട്ടുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള കാർബൺ അവരെടുത്തിട്ട് അതാണ് അവരുടെ ഈ തടിയിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഇവിടെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഈ ഒരു അളവ് ഗണ്യമായി കൂടിയിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്കത് കുറക്കാനായിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലും മതി. പണ്ട് ഇത് കേട്ട സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഈ മരങ്ങൾ എങ്ങനെയാണ് ഈ CO2 കുറക്കുന്നത്? അപ്പം ഞാൻ വിചാരിച്ചു ഇത് CO2 കുറക്കുന്നത് അവർ ഈ വളരുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ എന്തെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ടൊക്കെ കുറയുന്നതായിരിക്കും എന്നുള്ളത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഈ CO2 ഇത് കുറയുന്നത് അവരുടെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ CO2 കുറക്കുക എന്നുള്ളത് അവരുടെയും കൂടെ ആവശ്യകതയാണ്. കാരണം അന്തരീക്ഷത്തിലെ CO2 എടുത്താലാണ് അവർക്ക് ഈ പറയുന്ന തടിയും ഈ പറയുന്ന ഗ്രോത്തും ഈ പറയുന്ന മാസമൊക്കെ ലഭിക്കുകയുള്ളൂ. അതേപോലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ഈ പ്രകാശ സംശ്ലേഷണം. അതായത് ചെടികൾ ആഹാരം പാകം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അവർ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം കൊണ്ട് അവർ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയിലുള്ളൊരു ബൈ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. ശരിക്കും അവിടെ എന്താണ് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ? എല്ലാ മരത്തിൻ്റെ ഇലകളിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് പോർസ് ഉണ്ട്. അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി കൂടെയാണ്. നമ്മൾ ഈ മൂക്ക് കൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന പോലെ നമുക്ക് ഇപ്പോൾ ലിറ്ററലി നമുക്ക് വേണേൽ അങ്ങനെ പറയാം, ഈ മരങ്ങളുടെ ഈ മൂക്കുകളാണ് അല്ലെങ്കിൽ മരങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളാണ് ഈ സ്റ്റൊമാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുവഴി അവർ ശ്വസിക്കുന്നത് ഈ അന്തരീക്ഷത്തിലുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകൾക്കകത്തേക്ക് എത്തുന്നു. പക്ഷേ നമ്മുടെ റിയാക്ഷൻ അവിടെ നിന്നല്ല തുടങ്ങുന്നത്. നമ്മുടെ റിയാക്ഷൻ തുടങ്ങുന്നത് വെള്ളത്തിൽ നിന്നാണ്.
ഈ മരങ്ങൾ വലിച്ചെടുക്കുന്ന വെള്ളം. അതിപ്പം എല്ലാ മരങ്ങളും വേര് വഴി മാത്രമല്ല ഈ വെള്ളം വലിച്ചെടുക്കുന്നത്. എയർ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞ ടില്ലൻസിയ പോലത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ എന്നൊക്കെ അതിന് വെള്ളം ഈ എന്താ പറയുക നമ്മൾ മോയ്സ്ചറൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. അപ്പോൾ ഓരോന്നിന് എവല്യൂഷൻ്റെ അതിൻ്റെ പരമായിട്ട് ഓരോ ഡിഫറെൻറ്റ് മെക്കാനിസം ആയിരിക്കും ഉള്ളത്. എന്നാലും നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ വേരുകൾ വഴി അതിന് കിട്ടുന്ന ഈ സൈലം ഫ്ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുവഴിയൊക്കെ വരുന്ന ഇലകളിലേക്ക് എത്തുന്ന വെള്ളം, അത് ഈ സൂര്യപ്രകാശത്തിന് കിട്ടുന്ന എനർജി കാരണം ഈ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫില്ലാണ് അല്ലെങ്കിൽ ഹരിതകമാണ് എന്നുള്ള കാര്യവും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ക്ലോറോഫില്ല് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് ഈ പറഞ്ഞ വെള്ളത്തിനെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം വെള്ളം നമുക്കറിയാം H2O എന്ന് പറയുന്ന 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റമാണ് വെള്ളത്തിലുള്ളത്. അപ്പോൾ ആ വെള്ളത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറ്റാൻ പറ്റും. ആ ഓക്സിജനാണ് ഈ പറയുന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. മരങ്ങൾ ഈ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഓക്സിജൻ ഈ വെള്ളത്തിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന ഓക്സിജനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CO2 ആ 2 O2 അല്ല നമുക്ക് ഈ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന O2. അത് ഈ വെള്ളത്തിന് ആദ്യത്തെ ഈ റിയാക്ഷൻ്റെ തുടക്കത്തിൽ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഓക്സിജനാണ് മരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് ബാക്കിയുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഈ സ്റ്റൊമാറ്റ വഴി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇലകളുടെ പോർസിനകത്തേക്ക് എൻ്റർ ആയിട്ടുള്ള CO2 കൂടെ ചേർത്തിട്ട് അവർ പിന്നീട് ഉണ്ടാക്കുന്നതാണ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം. ഈ ഗ്ലൂക്കോസ് അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഓവറോൾ ഗ്രോത്തിനും അതേപോലെ തന്നെ അവരുടെ ട്രങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഈ നേരത്തെ പറഞ്ഞ മാറ്റർ അവർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈവൻ അരി വരെ നമ്മളിപ്പോൾ ഒരു ചോറ് കുറച്ചുണ്ടാക്കി നമ്മൾ വായിലിട്ട് വെറുതെ ചമച്ചരച്ച് കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിലൊരു മധുരം വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ആണ് ഈ പറയുന്ന ഈ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസാണ് അവർ ഫുഡായിട്ടും അതേപോലെ തന്നെ അവരുടെ തടിയായിട്ടും ഒക്കെ അവർ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കാർബൺ ഫിക്സേഷൻ അവരെ സഹായിക്കുന്ന ഒരു എൻസൈമും കൂടെയുണ്ട്. അതിൻ്റെ പേരാണ് റുബിസ്കോ എന്ന് പറയുന്നത്. റുബിസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ കൂടെയാണ്. കാർബൺ ഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ഈ പറയുന്ന CO2 ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായേക്കാവുന്ന ഈ CO2 അത് എന്താ പറയുക അത് ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമിൽ അവരവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ശേഷം ഇവിടെ സ്പൈക്ക് ആയിട്ടുള്ള ഈ CO2 അളവ് കുറക്കണമെങ്കിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മരങ്ങൾ ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് ഇവർക്ക് ആവശ്യമുള്ള ഈ ആഹാരം പാകം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ ചൂടാക്കാൻ പോകുന്ന ഈ ഗ്യാസിൻ്റെ ആ ഒരു അളവ് അവർക്ക് കുറക്കാൻ പറ്റും. പിന്നീട് അത് സോളിഡിഫൈ ആയിട്ട് നമ്മൾ ഈ കാണുന്ന മരങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു സാധനമുണ്ട്, കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ ഒരുപാട് സൈക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ജലാശയങ്ങളിലെ ജലം സൂര്യൻ്റെ ചൂട് കൊണ്ട് മേലോട്ട് പോകുന്നു. അത് അവിടുന്ന് മേഘമായിട്ട് അത് പിന്നീട് കണ്ടൻസ് ആയിട്ട് മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. അതേ വെള്ളം തന്നെ വീണ്ടും ജലാശയങ്ങളിലെത്തുന്നു. അത് പിന്നെയും ചൂടായിട്ട് മഴയായിട്ട് ആ ഒരു സൈക്കിൾ. അതേപോലെ തന്നെ വേറൊരു സൈക്കിളാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. കാർബൺ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മരങ്ങൾ വലിച്ചെടുത്തിട്ട് അത് കാർബണായിട്ട് അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നീട് ആ മരങ്ങൾ കടപുഴകുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ഈ ലൈഫിൻ്റെ അവസാനത്തിൽ അവർ മരിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് മൈക്രോബ്സും ഫംഗസൊക്കെ അതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് പിന്നെയും അത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. പിന്നീട് വരുന്ന മരങ്ങൾ വീണ്ടും അത് വലിച്ചെടുത്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിങ്ങനെ കോടിക്കണക്കിന് വർഷക്കാലമായിട്ട് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതിയാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മൈക്രോബ്സ് ഡീകമ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അതായത് മരങ്ങളിലുള്ള കാർബണും അന്തരീക്ഷത്തിൽ ഓക്സിജനും കൂടെ അവർ മിക്സ് ചെയ്തിട്ട് CO2 ആയിട്ട് അവർ പുറത്തേക്ക് വിടണം. നമ്മൾ ഈ വൈനൊക്കെ ഇടുന്നത് ബ്രൂവറി ആ പരിപാടിയൊക്കെ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ ഈ വൈന് ഈ ഈസ്റ്റൊക്കെ ഇട്ട് പൊളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു ഗ്യാസ് പുറത്തേക്ക് വിടുന്നുണ്ട്. ആ സാധനം തന്നെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബൺ സൈക്കിൾ കുറച്ച് കാലം ഭൂമിയിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ കോടിക്കണക്കിന് വർഷമായിട്ട് നടക്കുന്ന സൈക്കിളാണെന്നുള്ളത്. അപ്പോൾ കുറേ കാലം ഭൂമിയിൽ ഈ പറഞ്ഞ കാർബൺ സൈക്കിൾ നടന്നിട്ടില്ലായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ 36 കോടി വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ സംഭവം. അതായത് അന്ന് കാർബോണിഫറസ് എന്നായിരുന്നു ആ പീരീഡിൻ്റെ പേര്. കാർബോണിഫറസ് ഏജ് അല്ലെങ്കിൽ കാർബോണിഫറസ് ഇയറ എന്നൊക്കെയാണ് നമ്മൾ ഈ ജിയോളജിയിലൊക്കെ അതിനെ വിളിക്കുന്നത്. ലൈഫ് കടലിൽ ഫോം ചെയ്തിട്ട് മെല്ലെ ലാൻഡിലേക്ക് കയറി വന്നിട്ട് ലാൻഡ് ഇങ്ങനെ കോളനൈസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന കാർബോണിഫറസ് പീരീഡ് എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ മരങ്ങളോ പൈനുകളോ കോണിഫറോ ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. അന്ന് പ്രധാനമായിട്ടും ഭൂമിയിൽ ഉണ്ടായിരുന്നത് മോസുകളും അതേപോലെ തന്നെ നമ്മൾ ശീബോധി എന്ന് വിളിക്കുന്ന സെലജിനെല്ല എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളായിരുന്നു. പക്ഷെ അന്ന് ഇവയുടെയൊക്കെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു, വളരെ വലിയ മരങ്ങളായിരുന്നു അന്ന്. ഈ പറയുന്ന നമ്മൾ ഈ മതിലൊക്കെ കാണുന്ന ചെറിയ ഒരു വിരലിൻ്റെ വലിപ്പമുള്ള ശീബോധിക്കൊക്കെ അന്ന് വലിയ മരങ്ങളായിരുന്നു അവയൊക്കെ. അപ്പോൾ ആ സമയത്ത്
സമയത്ത് എന്താ പറയുക, ഭൂമിയിൽ ആദ്യമായിട്ട് മരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മരങ്ങൾക്കൊരു എന്താ പറയുക ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ മരങ്ങൾ കടപുഴകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ മൈക്രോബ്സും ഈ ഫംഗസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അതിലുള്ള കാർബൺ അവർ തിന്നിട്ട് അന്തരീക്ഷത്തിൽ ഓക്സിജനായിട്ട് ചേർത്തിട്ട് CO2 ആക്കിയിട്ട് പുറത്തേക്ക് വിടണം. പിന്നീട് വരുന്ന മരങ്ങൾ ഈ CO2 ശേഖരിച്ചിട്ട് ആഹാരം പാകം ചെയ്തിട്ട് അവരുടെ തടിയിൽ അവർ സ്റ്റോർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ കാർബൺ സൈക്കിൾ നടക്കണം. പക്ഷേ ഭൂമിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. അന്ന് മരങ്ങൾ ഇവോൾവ് ആയിരുന്നു, പക്ഷേ ഇതിനെ ഡീകമ്പോസ് ചെയ്യുന്ന മൈക്രോബ്സും അതേപോലെ തന്നെ ഫംഗസുകളൊന്നും അത്ര കണ്ടങ്ങ് എന്താ പറയുക ഇവോൾവ് ആയിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കാർബൺ സൈക്കിൾ എന്ന് പറയുന്ന സാധനം അവിടെ നിലച്ചു പോകും. അങ്ങനെ അന്ന് മരിച്ചു വീണ ചെടികളിലൊക്കെ കാർബൺ ഡീകമ്പോസ് ആവാതെ, ഈ കാർബൺ സൈക്കിൾ വർക്കാവാതെ ഭൂമിയുടെ ഈ ചൂടിലും പ്രഷറിലും പിന്നീട് ഒരുപാട് കോടിക്കണക്കിന് വർഷക്കാലത്തെ ഈ ജിയോളജിക്കൽ ആക്ടിവിറ്റികളൊക്കെ കാരണം ഇതൊക്കെ നന്നായിട്ട് കംപ്രസ്സായിട്ട് പ്രസ്സായിട്ട് ആ കാർബൺ അങ്ങനെ തന്നെ പ്രിസർവ് ആയിട്ട് അവിടെ കിടന്നു. അതാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന കൽക്കരി എന്ന് പറയുന്ന സാധനം. അതായത് ലോകത്തിലുള്ള ഈ കൽക്കരിയുടെ, നമ്മുടെ ഇന്ത്യയിലെ അടക്കമുള്ള കൽക്കരി ഡെപ്പോസിറ്റുകളുടെ ഏകദേശം 99% ഈ പറഞ്ഞ കാർബോണിഫറസ് പീരീഡിൽ കടപുഴകി വീണ മരങ്ങളുടെ ആയിരുന്നു. ഈ കൽക്കരി കത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ചൂടും എനർജിയും ഒക്കെ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കറിയാം എനർജി എന്ന് പറയുന്ന സാധനം നമുക്ക് നിർമ്മിക്കാനും നശിപ്പിക്കാനൊന്നും സാധ്യതയില്ല. അപ്പം ഈ എനർജി, ഈ കൽക്കരിയിൽ എവിടെ നിന്ന് ഈ എനർജി വന്നു? നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഗതി തുടങ്ങിയത് തന്നെ കൽക്കരിയുടെ ഒരുപാട് ഗനികൾ കണ്ടുപിടിച്ച ശേഷമാണ്. അതായത് നമ്മളെ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ എല്ലാ പുരോഗതിക്കും കാരണം കൽക്കരിയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കൽക്കരി കത്തിച്ച എനർജി, ഈ എനർജി എവിടെ നിന്നാണ് വരുന്നത്? നമുക്കറിയാം എനർജി എന്ന് പറയുന്ന സാധനം നമുക്ക് നിർമ്മിക്കാനും നശിപ്പിക്കാനും ഒന്നും സാധ്യമല്ല. അപ്പോൾ ഈ കൽക്കരിയിൽ എവിടെ നിന്നാണ് ഈ എനർജി, എവിടെയാണ് ഈ എനർജി ഒളിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഈ എനർജി കിട്ടുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇപ്പം നമ്മൾ 36 കോടി വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന കാർബോണിഫറസ് പീരീഡിൽ ജീവിച്ചിരുന്ന മരങ്ങൾ അന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി സ്വീകരിച്ചിട്ട് ആഹാരം പാകം ചെയ്തിട്ട് അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അതേ എനർജിയാണ് നമ്മൾ ഇന്ന് കത്തിക്കുന്ന സമയത്തും നമുക്ക് ഈ കൽക്കരിനകത്ത് കിട്ടുന്നത്. ഇത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി കുറച്ച് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രാപ്പായി കിടക്കുന്ന ബോഡീസാണ് നമ്മൾ കാണുന്ന ഓരോ മരങ്ങളെന്ന് പറയുന്നത്. അത് കാരണമാണ് നമുക്ക് വിറക് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരം പാകം ചെയ്യാനൊക്കെ പറ്റുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ കൽക്കരിയുടെ ഈ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കഥയും. ഈ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് പ്ലാന്റ് ഉണ്ടാക്കുന്ന ഇതേ ഷുഗേഴ്സ് തന്നെയാണ് പ്ലാന്റിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്ക് തോന്നാം നമ്മൾ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ മധുരമുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രൂട്ടിൽ മാത്രമാണല്ലോ മധുരമുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ എല്ലായിടത്തും ബേസിക്കലി ഇതേ ഷുഗേഴ്സ് തന്നെയാണ്, പല ഫോംസിലാണ് അതുള്ളത്. ആദ്യമായിട്ട് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞപാട് ഈ പ്ലാന്റ് ഉണ്ടാക്കുന്നത് G3P എന്ന് പറയുന്ന ചെറിയൊരു ഷുഗർ മോളിക്യൂളാണ്. അതാണ് പിന്നീട് പല ആവശ്യങ്ങൾക്കുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പല തരത്തിലുള്ള ഷുഗേഴ്സ് ആയിട്ട് പ്ലാന്റ് കൺവേർട്ട് ചെയ്യുന്നത്. പ്ലാന്റ് ഈ പറയുന്ന ഷുഗർ കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്നത്. ആ സ്റ്റാർച്ചാണ് നമ്മൾ കഴിക്കുന്ന ചോറിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ലിഗ്നിനാണ്. ലിഗ്നിൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഹാർഡ് വുഡ് ഉണ്ടല്ലോ, ഒരു മരത്തിൻ്റെ ഹാർഡായിട്ടുള്ള പാർട്ടാണ് ലിഗ്നിൻ എന്ന് പറയുന്നത്. അതും ഇതേ ഷുഗർ കൺവേർട്ട് ആക്കിയിട്ടാണ് പ്ലാന്റ് ലിഗ്നിനായിട്ട് ഈ ഹാർഡായിട്ടുള്ള വുഡിൻ്റെ ആ ഭാഗത്ത് ബാർക്കിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചില മരങ്ങളുടെ കുരുക്കൾ നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ ആട്ടുക എന്നൊക്കെയാണ് ആ പ്രോസസ്സിന് പറയുന്നത്. നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് അത്ര തന്നെ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ കിട്ടും. ഈ പറയുന്ന അതേ ഓയിലും ഈ പറഞ്ഞ ഒരു കാലത്ത് ഷുഗറായിരുന്നു. ആ ഷുഗറിനെ ഈ പ്ലാന്റ് കൺവേർട്ട് ചെയ്തിട്ടാണ് ഓയിലാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പം ബേസിക്കലി എല്ലാം ഒരു പ്ലാന്റിൽ നമ്മൾ കാണുന്ന എല്ലാ സംഗതിയും ഉണ്ടാവുന്നത് ഈ സൂര്യപ്രകാശത്തിന് കിട്ടുന്ന ഈ എനർജി കൊണ്ട് പ്ലാന്റ് ചെയ്യുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ഷുഗേഴ്സാണ്. ആ ഷുഗേഴ്സാണ് നമ്മൾ കാണുന്ന ഓവറോൾ ബോഡി ഈ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സംശയം തോന്നാം. കാരണം നമ്മൾ പ്ലാന്റിൻ്റെ ഗ്രോത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മളിപ്പം ഈ NPK ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ വളവും ബാക്കിയുള്ള ഈ ഓർഗാനിക് ആയാലും ഈ എന്താ പറയുക കെമിക്കലായാലും എങ്ങനെയായാലും നമ്മൾ വളമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു പെട്ടെന്നൊരു ഗ്രോത്തൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ഈ വളത്തിന് ഇവിടെയുള്ളൊരു എന്താണ് വളത്തിന് ഇവിടെയുള്ളൊരു പ്രസക്തി? എല്ലാം ഈ സൂര്യപ്രകാശവും ഈ വെള്ളവും ഈ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ ചെടികൾക്ക് നൈട്രജനും നമ്മൾ പറയുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസും അതല്ലാത്ത മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ എന്തിനാണ് ചെടികൾക്ക് എന്നുള്ളൊരു സംശയമുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഒരു മരത്തിൻ്റെ മാസിനെ കുറിച്ചാണ്. അതായത് 100 കിലോ ഭാരമുള്ള ഒരു മരത്തിൽ 90 കിലോഗ്രാം ഉണ്ടാവുന്ന കാർബൺ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അവിടെ ഒരു 10% അല്ലെങ്കിൽ ഒരു 10 കിലോ അവിടെയും ബാക്കിയാവുന്നുണ്ട്. മരങ്ങൾക്ക് ഈ പറയുന്ന കാർബണും സൂര്യപ്രകാശവും എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ആവശ്യമാണ് ഈ പറയുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്ന, നമ്മൾ ഈ പറയുന്ന മിനറൽസ് എന്ന് പറയുന്ന ഈ NPK പോലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ സാധനങ്ങളൊക്കെ. ഇത് മിക്കവാറും വേരുകൾ വഴിയാണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒഴിക്കുന്ന സാധനം, നമ്മൾ ഈ ഇപ്പം NPK ഒക്കെ നമ്മൾ ക്രിസ്റ്റൽസ് നമ്മൾ വെള്ളത്തിൽ കലക്കി മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് വെള്ളത്തിൽ അയോൺസായിട്ട് ഡിസോൾവ് ആയിട്ട് വേരുകളിൽ കൂടെ കാപ്പിലറി ആക്ഷൻ പ്രകാരം ഇത് ലീവ്സിലും ബാക്കി എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ന്യൂട്രിയൻറ്റിനും, അതായത് നമ്മൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അത് എസെൻഷ്യലി എന്തായാലും അവർക്കത് കിട്ടിയിരിക്കണം. അവർക്ക് നിർബന്ധമായിട്ട് കിട്ടിയാൽ മാത്രമേ അവരുടെ ഗ്രോത്ത് നടക്കുകയുള്ളൂ. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന ന്യൂട്രിയൻസ് അവരുടെ ബോഡി മാസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഈ സ്റ്റാർച്ചും അതൊന്നും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. പക്ഷേ അവർക്ക് വളരണമെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസ്
നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നൈട്രജൻ അവർ യൂസ് ചെയ്യുന്നത്, നൈട്രജൻ നമ്മളിപ്പം NPK നമ്മൾ ഇപ്പം ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാർ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ വിഗറസ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇലകൾ വരുന്നു, പെട്ടെന്ന് പുതിയ പുതിയ ഈ ബ്രാഞ്ചസ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രോത്തുകൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് പെട്ടെന്നുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരിത് പ്രോട്ടീനായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ നൈട്രജൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നൈട്രജൻ ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ ഈ മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കാർബണിൽ നിന്ന് കിട്ടുന്ന മാസ് അവർക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അവർക്ക് നൈട്രജൻ ആവശ്യമാണ്. ഇതിൽ രണ്ടാമത്തെ എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നതാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ DNA റീബിൽഡിങ്ങിനും അതുപോലത്തുള്ള ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ ATPക്കുമാണ്. ATP എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. നമ്മളതിന് എനർജി കറൻസി എന്നാണ് വിളിക്കുന്നത്. ഈവൻ നമ്മുടെ മനുഷ്യ ശരീരത്തിലും അതേപോലെ തന്നെ ജീവിക്കുന്ന എല്ലാ ജീവികളിലും ഈ ATP എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നുണ്ട്. അതായത് എനർജി കറൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സാധനമാണ്, എനിക്കിപ്പോൾ ഒരിക്കലും അരി വാങ്ങണമെങ്കിൽ ഞാൻ അരിയുടെ പൈസ ഞാൻ കറൻസി ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ATP നമ്മുടെ ജീവിക്കുന്ന ജീവികളുടെ ഈ ശരീരങ്ങളിൽ വർക്കാവുന്നത്. അതായത് ഇപ്പം എനിക്കിങ്ങനെ കൈ ഇങ്ങനെ അനക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്ര ATP ഉണ്ടെങ്കിലാണ് എനിക്ക് കൈ അനക്കാൻ പറ്റുക. കാരണം എൻ്റെ ശരീരത്തിൽ എൻ്റെ സെല്ലുകളിലുള്ള മൈറ്റോകോൺട്രിയയിലാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഈ പറയുന്ന ATPയുടെ രൂപത്തിലാണ്. അപ്പോൾ ഓരോ തവണ ഹാർട്ട് അടിക്കാനും എനിക്ക് ATP ആവശ്യമാണ്, എനിക്കിപ്പോൾ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ എനിക്ക് ATP ആവശ്യമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെ ATP ഞാനിങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ATP എന്ന് പറയുന്ന എനർജി കറൻസി എന്ന് പറയുന്ന സാധനം. നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാനും ഈ എനർജി ATPയുടെ രൂപത്തിലാണ് അവിടെ എത്തുന്നത്. അപ്പം എനർജി ഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിപ്പം നമ്മുടെ ശരീരത്തിലും ജീവിക്കുന്ന ജീവികളിലൊന്നും ഈ സർക്യൂട്ടുകളും ഇലക്ട്രിക് സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഈ എനർജി ഇങ്ങനെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പ്രവഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ATP എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സഹായത്തോടെയാണ് ഈ പറയുന്ന എനർജി, നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലൊക്കെയുള്ള എനർജിയുടെ കാരണം അല്ലെങ്കിൽ ഈ അതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ATP ആണ്. പിന്നെ അവർക്ക് വേണ്ടാണ് മഗ്നീഷ്യം നമ്മൾ പണ്ടൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ക്ലോറോഫിൽ, ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സാധനം മഗ്നീഷ്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മഗ്നീഷ്യം അവർ യൂസ് ചെയ്യുന്നത് ഈ ക്ലോറോഫിലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത് ഓവറോൾ സെൽ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ടും ഇവർക്ക് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ഈ സൺലൈറ്റ് വെച്ചിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്തും ആ ഒരു മാറ്റർ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെ നടക്കുള്ളൂ. കാരണം അവരുടെ ഓവറോൾ പെർഫോമൻസ്, ഓവറോൾ ഈ കാര്യങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ സാധനങ്ങൾ ആവശ്യമാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വായു വേണം, വെള്ളം വേണം, നമുക്ക് ഭക്ഷണം വേണം. അതേപോലെ തന്നെയാണ് ഇവരുടെ കാര്യത്തിലും. ഇവർക്ക് സൺലൈറ്റ് വേണം, ഇവർക്ക് വെള്ളം വേണം, ഇവർക്ക് ഈ പറഞ്ഞ എസെൻഷ്യൽ ന്യൂട്രിയൻസ് വേണം, അതേപോലെ തന്നെ ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡും വേണം. സത്യത്തിൽ നമ്മൾ ഈ മരങ്ങളുടെ ഈ ഒരു മെക്കാനിസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചെടിയെയും ഓരോ പുല്ലിനെയും ഓരോ കുറ്റിച്ചെടിയെയും പോലും നമ്മൾ നോക്കിക്കാണുന്ന നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ നോക്കിക്കാണുന്ന ആ രീതി ഉറപ്പായിട്ടും മാറും. ഞാൻ ഈ സാധനം പഠിച്ച ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇപ്പം കാർബൺ മരങ്ങൾ കുറക്കുമെന്ന് പറയുമ്പോൾ മരങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഈ കാർബൺ കുറക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളെല്ലാവരും മരം വെട്ടരുത് മരം വെക്കണം എന്ന് നമ്മൾ എന്തിനാണ് പറയുന്നത്. ഞാൻ അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഇന്ന് ഞാനിപ്പോൾ ഒരു മരം കാണുമ്പോഴല്ലേ ഒരു കാട് കാണുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഈ കാണുന്നൊക്കെ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ വെന്ത് മരിക്കാൻ പോകുന്ന സാധനമാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. ആ ഒരു കാടെന്ന് പറയുന്നത് അങ്ങനെ ഒരു മെഷീൻ്റെ ഒരു കൂട്ടമാണെന്നായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അത് പ്രവർത്തിക്കാനുള്ള എനർജി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്ന്. അതായത് നമ്മളിപ്പോൾ സോളാർ സെല്ല് വെച്ചിട്ട് നമ്മളൊരു ഉപകരണം ഉണ്ടാക്കുകയാണ്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഉപകരണം നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ അതേ പ്രോസസ്സ് തന്നെയാണ് ഈ പറയുന്ന ഈ മരങ്ങളും ചെടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോടികൾ മുടക്കിയിട്ട് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഓരോ വിത്തുകളും നട്ടിട്ട് നമ്മളതിനെ പരിപാലിച്ചിട്ട് മരങ്ങളാക്കി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അത് കാരണം ഉണ്ടാകുന്ന ഭൂമി ചൊവ്വയെ പോലെ ആവുന്നൊക്കെ നമ്മൾ ഒരുപാട് ലേഖനങ്ങളിലും ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഉള്ള മരങ്ങൾ സംരക്ഷിക്കുക. ഉള്ള മരങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലാത്ത മരങ്ങൾ വെട്ടരുത് എന്ന് ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ സിവിലൈസേഷൻ തന്നെ തുടങ്ങിയത് തന്നെ മരങ്ങളിൽ വെച്ചിട്ടാണ്. മരങ്ങളില്ലായിരുന്നെങ്കിൽ കരയിൽ ഈ പറയുന്ന ഇത്രയും വൈവിധ്യമാർന്ന ജീവികളൊന്നും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. കാരണം ഫുഡ് സോഴ്സായിട്ടും അതേപോലെ തന്നെ ഷെൽട്ടറായിട്ടും ഇപ്പം ഈവൻ മനുഷ്യരുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ തണുപ്പുള്ള സമയത്ത് നമ്മൾ പണ്ട് കാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ പൂർവികർ ജീവിക്കുന്ന സമയത്ത് അവർക്കിപ്പം ഷെൽട്ടറായിട്ടും അവർക്ക് അവർക്ക് ചൂടിന് വേണ്ടിയിട്ടും അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും എല്ലാ തരത്തിലും മരങ്ങൾ തന്നെയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ മരങ്ങൾ ഒരിക്കലും വെട്ടരുത് എന്ന് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മരങ്ങൾ സംരക്ഷിക്കുക, മരങ്ങൾ നടുക, മരങ്ങൾ വെട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക.
കാരണം മരങ്ങളുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ തന്നെ അല്ലെങ്കിൽ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ കൂടെ ഒരാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം ഓക്സിജൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെയാണ് ഭൂമിയിലെ മേജർ ഓക്സിജൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാൽ കൂടി അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാണ് ഈ പറയുന്ന മരങ്ങൾ ചെയ്യുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരങ്ങളെ സംരക്ഷിക്കുക. ഇപ്പം മരങ്ങൾ നടാനും മരങ്ങളെ സംരക്ഷിക്കാനൊന്നും ജൂൺ 5 പരിസ്ഥിതി ദിനം വരെ കാത്തിരിക്കേണ്ട ദിവസമൊന്നുമില്ല. എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്കൊരു പരിസ്ഥിതി ദിനം ആക്കാൻ വേണ്ടി പറ്റും. ഇത്രയേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.